ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷ സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് സുഖമാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നേക്കുന്നതേ നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയ തുറന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സംസാരിക്കുന്ന മൊത്തം നമ്മുടെ ട്രിവാൻഡ്രത്തെ ദിയ കൃഷ്ണയുടെ ഷോപ്പിനെ കുറിച്ചും അവരെ പറ്റിച്ച 3 സ്ത്രീകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് പറയാനുള്ള ദിയോടാണ്. ദിയ, താങ്കൾ അവരെ അമിതമായി വിശ്വസിച്ച് ഫസ്റ്റ് ചെയ്ത തെറ്റതാണ്. കാരണം നമ്മളുടെ ഷോപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ അമിതമായി അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ അവരിലൊരു കണ്ണ് വെക്കണം. അത് താൻ ചെയ്തില്ല. പിന്നെ ഈ 3 സ്ത്രീകളും നമ്മുടെ ഷോപ്പ് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയാം. നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയാലും ക്ലോസ് ചെയ്താലും ക്ലോസിങ് എമൗണ്ടും ഈ ഓപ്പണിംഗ് എമൗണ്ടും നമ്മൾ സ്ഥിരം ഒരു ബുക്കിൽ എഴുതി വെക്കാവുന്ന ഒരു ശീലം ഏത് കടയിലും കാണും. പ്രത്യേകിച്ച് ഡെയിലി 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരുന്ന എല്ലാ കടകളിലും ഇങ്ങനൊരു സിസ്റ്റം കാണും. പക്ഷെ അത് ദിയയുടെ കടയിൽ ഉണ്ടായിരുന്നോ ഇല്ലയെന്നാണ് എനിക്ക് രണ്ടാമത് അറിയേണ്ടത്. അത് വേറൊന്നും കൊണ്ടല്ല, ചേച്ചിക്ക് അത് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് കേട്ടോ. വേറെ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ചേച്ചി ചോദിക്കുന്നത്. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ദിയയുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയാം. പിന്നെ ദിയ ചിലപ്പോൾ ഗർഭിണിയായിരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഷോപ്പൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ദിയയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ദിയയ്ക്ക് 2-3 സഹോദരങ്ങളുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഷോപ്പൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അത് ദിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം ആയേനെ. കാരണം ഇല്ലെങ്കിൽ ഇന്ന് പുള്ളിക്കാരി ഈ ഇത്രയൊരു അവസ്ഥയിൽ ഇത്രയും ഒരു 69 ലക്ഷം രൂപയെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ഒരു ബിസിനസ്സിൽ നിന്ന് ഫണ്ട് പോകുകയെന്ന് വെച്ചാൽ അത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കേ അറിയത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അന്നേരം ആ ഒരു കാര്യം ആർക്കെങ്കിലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു, നോക്കാമായിരുന്നു. അമ്മയുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. ആ ഏതെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിങ്ങളവിടെ പോയിരുന്നെങ്കിലോ ആ ഷോപ്പിൽ നിന്ന് കയറി നിന്നിരുന്നെങ്കിലോ ഇപ്പോൾ ഇത്രയോ വലിയൊരു നഷ്ടം ആ കുട്ടിക്ക് ഉണ്ടാകില്ലായിരുന്നു. ഇത് അമ്മയോടും സഹോദരങ്ങളോടും ഹസ്ബൻഡിനോടാണ് ഞാൻ പറയുന്നത്. അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി വലിയൊരു മനുഷ്യനാണ്. പുള്ളിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒരിക്കലും പുള്ളിയോട് ഞാൻ പറയത്തില്ല. ഇവരോടാണ് പറയുന്നത്. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒന്ന് കോളേജ് വിട്ടോ അല്ലെങ്കിൽ സ്കൂൾ വിട്ടോ ജസ്റ്റ് അവിടെ പോയി ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്ന് അവിടുത്തെ കാര്യങ്ങളൊന്ന് നോക്കി കണ്ടിട്ട് വരാമായിരുന്നു. അതും അവരാരും ചെയ്തില്ല. പിന്നെ പറയാനുള്ളത്, നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് GST എന്ന് പറയുന്നൊരു കാര്യമുണ്ടോ? ആ GST എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമ്മൾ GST എടുക്കുന്നത് ടാക്സ് വെട്ടിക്കാനല്ല. ഇപ്പം 20 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക്, ചെറുകിട വ്യവസായികൾക്ക് GST വേണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ നിങ്ങൾക്ക് അതിലും വലിയ എമൗണ്ടാണ് ആ ഷോപ്പിൽ വരുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ 65 ലക്ഷം ഈ 9 മാസം കൊണ്ട് അല്ലെങ്കിൽ 10 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 ഇയർ കൊണ്ടോ ഒരാൾ പറ്റിക്കാൻ പറ്റിയത്. ഇപ്പോൾ എൻ്റെ ഒരു ഷോപ്പിൽ ഞാൻ പറയാമല്ലോ, അത്രയും ലക്ഷം ഒന്നും വരുന്ന ഒരാളല്ല. 65 ലക്ഷമൊന്നും ഒരു 1 ഇയർ കൊണ്ടോ ആർക്കും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റുന്ന രീതിയിലുള്ള എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡാണ്. കാരണം ഡെയിലി ഞങ്ങൾക്ക് ഇന്ന ടാർഗറ്റ് ഉണ്ട്. ഇത്ര രീതിയിൽ ഞാനായാലും ബ്രദറായാലും ബിസിനസ് ചെയ്യണം ഞങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം വരുന്ന കസ്റ്റമർ നമ്മൾ കൊടുക്കും, നമ്മളവരോട് സംസാരിക്കും എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ എൻ്റെ ഓഫീസ് എൻ്റെ ഷോപ്പിൻ്റെ ഗൂഗിൾ പിന്നെ മറ്റേ ആ സ്കാൻ ചെയ്ത ഇതുണ്ടല്ലോ നമ്മുടെ ഗൂഗിൾ പേ, അതിൻ്റെ നമ്പർ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ ഞാൻ വേറൊരു സ്കാനർ കൊടുത്തപ്പോൾ എന്നടുത്ത് കസ്റ്റമർ ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാരണം വെച്ചാൽ അന്ന് എന്താ പറയുക, ഞങ്ങളുടെ അത് മാറ്റിയിട്ട് വേറൊരു നമ്പറിലോട്ട് ആക്കുന്നത് കൊണ്ടാണ് അന്നത് വർക്ക് ചെയ്യാഞ്ഞത്. പക്ഷെ അത് ബ്ലാക്കിഫൈഡ് എന്നുള്ള കമ്പനിയിലേക്കാണ് വന്നത്. അത് ഞങ്ങളുടെ കമ്പനി നെയിമാണ് ബ്ലാക്കിഫൈഡ്. അതിലേക്കാണ് പൈസ എമൗണ്ട്. അപ്പോൾ സൈൻഡവിയിലല്ലോ ബ്ലാക്കിഫൈഡിലേക്കാണല്ലോ പോകുന്നതെന്ന് കസ്റ്റമർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ കമ്പനി തന്നെയാണ്, അതിൻ്റെ ഗൂഗിൾ പേ ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, മറ്റേത് ഞങ്ങൾ വേറെ നമ്പർ കൊടുത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ അത് 1 വട്ടം 2 വട്ടം 3 വട്ടം പറയാം, 4ാമത്തെ പ്രാവശ്യം അത് പറയാൻ പറ്റത്തില്ല. കാരണം വരുന്ന കസ്റ്റമർ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ കാണും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് യാദർശികമായിട്ടൊന്ന് കടയിൽ ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ പറ്റിയേനെ ഈ 3 പേരുടെ കള്ളത്തരങ്ങൾ. കാരണം അവർ ടാർഗറ്റ് ചെയ്താണ് തൻ്റെ ലൈഫിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് പിന്നിൽ ആരോ ഒന്ന് കളിക്കുന്നുണ്ട്.
ഇല്ലെങ്കിൽ ഈ പെമ്പിള്ളേർ ഇത്ര കൂസലില്ലാതെ ഒരു മീഡിയയുടെ മുമ്പിൽ നിൽക്കില്ല. കാരണം ആരോ പറഞ്ഞു കൊടുത്ത മാതിരിയാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് ഒരിക്കലും ഇവർ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ചെയ്ത ഇത്രയും വലിയൊരു തെറ്റാണ്, ഞങ്ങൾക്ക് അന്നം തന്ന ആൾക്കാരെയാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് എന്ന് ചിന്തിക്കുന്നില്ല. പിന്നെ ഈ കാലത്ത് എന്താ പോയാ പിടിച്ചുകൊണ്ട് പോയി ഇല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ആര് വിശ്വസിക്കാനാണ്? അവർ പരസ്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഓൺലൈനിൽ കിടന്ന് ഇങ്ങനെ വീഡിയോകൾ ഓടുന്നുണ്ട്. ഇവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ സത്യാവസ്ഥ. ഈ കള്ളന്മാരെ പിടിച്ചാൽ ആരായാലും എന്താ ചെയ്യുന്നത്? അതേ അവരും ചെയ്തോളൂ. ഇല്ലെങ്കിൽ ദിയ ഒരു ചീത്ത വിളിച്ചെങ്കിൽ അവർക്ക് അത്രയും പ്രഷറുണ്ട്. അവരൊരു ഗർഭിണിയാണ്. കാരണം 10-69 ലക്ഷം രൂപ അവരെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് അത്തായി. എനിക്കൊക്കെ ആണെങ്കിൽ അറ്റാക്ക് വന്നു പോയനെ. ആ പാവത്തിന് അതൊന്നും വരാൻ ദൈവത്തിൻ്റെ ഭാഗ്യം. ഒരു കുട്ടി വയറ്റിൽ കിടക്കുന്ന ഒരു ലേഡിയാണത്. അതിൻ്റെ ഒരു മാന്യതയെങ്കിലും കാണിക്കാതെ ഈ പെണ്ണുങ്ങൾ ആ കൊച്ചെന്ന ഗർഭിണിയായിരിക്കുന്നുണ്ടായിരിക്കും വരാത്തത്, അതുപോലും കാണിക്കാതെ ഇവളുമാരും 3 പേരും കൂടെ ചേർന്നങ്ങ് സുഖിച്ച്, നാട്ടുകാരെ പൈസ കണ്ടുകൊണ്ടങ്ങ് സുഖിച്ച് ജീവിച്ച്. ഇത്തിരി ഉളുപ്പുണ്ടോ? ഒരുത്തി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് എൻ്റെ ചേട്ടൻ എനിക്ക് മാസം 1.5 ലക്ഷം രൂപ അയച്ചു തരുമോ? ഞാൻ ചോദിക്കട്ടെ മോളെ, നിനക്ക് 1.5 ലക്ഷം രൂപ അയച്ച് നീ എന്തിനാണ് ഇങ്ങനെ സെയിൽസ് ഗേൾസായിട്ട് പോയത്? സ്വന്തം വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? മക്കളുണ്ടെങ്കിൽ മക്കളെ നോക്കിയോ അങ്ങ് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാണ് ഈ സെയിൽസ് ഗേൾസായിട്ട് പോയി നിന്നിട്ട് ആ പാവം പിടിച്ച പെണ്ണിനെ പറ്റിച്ച്? ഇതിൻ്റെ പുറകിന് വേറെന്തോ ചതിയാണ് ദിയ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, എന്തോ ഒരു ടാർഗറ്റ് തന്നിൽ വെച്ചിട്ടാണ് ഈ 3 പെണ്ണുങ്ങളും ഒത്തുകൂടിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൽ. കാരണം മനുഷ്യനെ പറ്റിച്ചിട്ട് ഒരു ഉളുപ്പില്ലാന്ന് വന്നെന്ന് പറയുന്നത്. പൈസ എന്ത് ചെയ്തു? അത് ഞങ്ങളിൽ ആവശ്യമായി ജാളി അടിച്ചു. എന്ത് മര്യാദയാണ് ഈ ലോകം? ഇത്ര വൃത്തികേടായി മനുഷ്യർ. ലോകത്തെ പറഞ്ഞല്ല, മനുഷ്യർ ഇത്ര വൃത്തികെട്ട ആൾക്കാർ. ഒരാളെ ചതിക്കാനും വഞ്ചിക്കാനും ഒരു മടിയില്ലാത്ത ആൾക്കാർ, ഒരു ഉളുപ്പുമില്ലാത്തവർ. ഇവർക്കൊക്കെ കുടുംബമില്ലേ? ഇല്ലെങ്കിൽ ഇവരൊക്കെ പിന്നിൽ ബന്ധുക്കളോ ആൾക്കാരും മക്കളോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരുടെ മക്കൾ കാണും. അവരൊക്കെ ഇല്ലേ? അവരൊക്കെ ഇതൊക്കെ കാണില്ലേ? ഇല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന വീട്ടിൽ പരിസരം മൊത്തം ആൾക്കാരില്ല. ഇവരെ കള്ളിന്നല്ലേ ഇനി അറിയപ്പെടത്തുള്ളൂ. ഇവർക്കിനി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും ജോലി കൊടുക്കുമോ? ആരെങ്കിലും കൊടുത്താൽ ഇവരെന്താ അറിയപ്പെടുന്ന കള്ളികൾ? ഇവരുന്ന് ആരും ഇവിടത്ത് ഇവർക്ക് അറിഞ്ഞു കിട്ടി ജോലി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇനി കേരളത്തിൽ കിട്ടുമെന്ന് അറിയില്ല. കേരളത്തിൽ വിട്ടെവിടെയെങ്കിലും പോയി ഇതിനൊക്കെ വീണ്ടും അടുത്തേതെങ്കിലും ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കും. കേരളത്തിൽ ഇവർക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, ജോലിയൊന്നും കിട്ടുമെന്ന്. പിന്നെ ജാതിപ്പേര് ഇപ്പം എല്ലാവർക്കും ഒരു പുതിയ ഫാഷനായി ജാതിപ്പേര് പറയാന്ന് വെച്ചാൽ. ഒരു മനുഷ്യൻ്റെ ജാതി പറയുക, ആ കൊച്ച് മാന്യമായിട്ട് പറയുന്നുണ്ട്. അച്ഛൻ്റെ ജാതി, അമ്മയുടെ ജാതി, അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ജാതിയെല്ലാം മാന്യമായിട്ട് അതൊക്കെ കൊച്ച് പറയുന്നുണ്ട്. എന്താണോ എന്തോ ഇങ്ങനെയൊക്കെ മനുഷ്യർ സീരിയസ്ലി. പക്ഷേ ദിയ കൃഷ്ണയുടെ മിസ്റ്റേക്ക്, പുള്ളിക്കാരി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, സ്വന്തം ഷോപ്പൊന്ന് നോക്കാമായിരുന്നു. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ, കാരണം ഈ ഒരു പഴച്ചിട്ടുണ്ട്, അതെനിക്കിവിടെ പറയാൻ പറ്റത്തില്ല ഗെയ്സ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഇവളുമാർ 3 കൂടെ ചേർന്ന് അങ്ങ് സൂചിച്ച് പൈസ അടിച്ചു മാറ്റി കണ്ടതും കണ്ടതും എല്ലാം മേടിച്ച് തിന്ന് ഷോപ്പിംഗ് നടത്തി ഇങ്ങനെ ജാളി അടിച്ച് നടന്ന് നാണോ മാനോ ഇല്ലാതെ വല്ലവൻ്റെയും പൈസ ഉണ്ട്. എന്നിട്ട് വാചകം അടി, ദിയയോടുള്ള വാശിയാണ്. നാണുണ്ടായിരുന്നു. അവരെ സാലറി മേടിച്ച് തിന്നുകൊണ്ടിരുന്നിട്ട് പറയുന്നു അവരോട് ദേഷ്യമായിരുന്നു. ദേഷ്യം ജോലി റിസൈൻ ചെയ്ത് പോകണമായിരുന്നു. അതിന് അവരെ മുടിപ്പിക്കാനാണ് അവരൊക്കെ ഇരുന്നത് അവിടെ. അവളോട് ജോലി റിസൈൻ ചെയ്ത് അവളാരെയും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ, പോകരുതെന്നും പറയണ്ടോ, പോവായിരുന്നല്ലോ. ഇതിപ്പോൾ ഇനി ആ കുട്ടിയുടെ ജീവിതകാലത്ത് ആ കുട്ടി ഇനി ഒരു സെയിൽസ് ഗേൾസിനെയും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കാരണം വേറെയുള്ള പെമ്പിളാർ കൂടാണ് എല്ലാ കടക്കാരും. കാരണം ഇന്നലെ എൻ്റെ അനിയൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ ഇപ്പോൾ ഒരു പെങ്കൊച്ചെ നിർത്തണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതാ പറയാം, ഈ കണക്ക് നമ്മളൊക്കെ എങ്ങനെ നിർത്തി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമോ? സത്യം സമാധാനം കിട്ടത്തില്ലേ? കണ്ണെപ്പോഴും മൊബൈലിനകത്തോട്ടായിരിക്കും, ക്യാമറയിലോട്ട് അവരെന്ത് ചെയ്യുന്നു എടുക്കുന്നു എന്നുള്ള. കാരണം ഇവിടെ എത്രയോ സത്യസന്ധമായി കഷ്ടപ്പെട്ട് ഈ സെയിൽസ് ജോലി ജീവിക്കുന്ന എത്രയോ പെൺപിള്ളേരുണ്ട്. അവർക്കൊക്കെ ഇതൊരു മാനക്കേടായില്ലേ? ഇനി അവത്തുങ്ങളൊക്കെ എന്ത് കണ്ണു വെച്ച് നാട്ടുകാർ മൊത്തം കാണും. ഇനിയിപ്പോൾ ആരെയും വിശ്വസിക്കത്തില്ല, ഒരു പെൺകുട്ടികളെ ആരെയും വിശ്വസിക്കത്തില്ല. എല്ലാവരും പോയി ഇങ്ങനെ ഡൗട്ടോടെ ഇനി എല്ലാ ഓണേഴ്സും കാണത്തുള്ളൂ. ഇന്ന് ഈ സംഭവം ഉളുപ്പിലാവെന്ന് പറയുന്നിടം വരെ വിത്തുങ്ങളെല്ലാം ഒളിച്ച് വെച്ച് കണ്ട പെണ്ണുങ്ങളുടെ പൈസയ്ക്ക് തിന്ന് മുഴുത്ത് നടന്ന്. അപ്പോൾ എനിക്കിത് പറയാനുള്ള ഇത്രയുള്ള കേസ് ഇത്.
ഇവളുമാർ ചെയ്തത് ശരിയല്ല. എന്തിൻ്റെ പുറത്തായാലും ഇവളുമാർ ചെയ്തത് ശരിയല്ല, തെറ്റ് തന്നെയാണ്. ഇവളുമാർക്ക് അതിന് വേണ്ട ശിക്ഷയും കൊടുക്കുക, ഇവളുമാരെ ജയിലടയ്ക്കണം ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ കാണിച്ചതിന്, പറ്റിച്ചതിന്. കളവെന്ന് വെച്ചാൽ അത് കളവ് തന്നെയാണ്. നമ്മളൊരു പറമ്പിൽ കിടക്കുന്ന അയാളറിയാതെ ഒരു ഇല എടുത്തുകൊണ്ട് പോയാലും അത് കളവ് തന്നെയാണ്, കള്ളം തന്നെയാണ്, ഉള്ളത് പറയാമല്ലോ. അപ്പോൾ എനിക്കിത് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റ.